ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന ടാൻസാനിയൻ താരമാണ് കിലി പോൾ. ബോളിവുഡ് ഹിറ്റ് ഗാനങ്ങൾക്കൊപ്പം കൃത്യമായി ചുണ്ട് ചലിപ്പിച്ചും ചുവടുകൾ വെച്ചുമാണ് കിലി പോൾ ഇന്ത്യൻ കാണികളുടെ ഹൃദയം കീഴടക്കിയത്. കിലി പോളിന്റെ സഹോദരി നെയ്മ പോളും വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വൻ സ്വീകരണമാണ് ഇവരുടെ വീഡിയോകൾക്ക് ലഭിക്കാറുള്ളത്. ഇപ്പോഴിതാ മലയാളം പാട്ട് പാടുന്ന കിലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഇത്തവണ ജോജു ജോർജ് നായകനായി എത്തിയ ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനമാണ് കിലി പോൾ ആലപിക്കുന്നത്. ഉച്ചാരണ പിശകുകൾ വരാതെ ഏറെ ശ്രദ്ധയോടെയാണ് കിലി പോളിന്റെ ആലാപനം. പൂമുത്തോളെ എന്ന ഗാനത്തിന്റെ സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് കിലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പാട്ടുകൾ ലോകമെമ്പാടും അവതരിപ്പിക്കുന്നതും പ്രചരിക്കുന്നതും കാണുന്നതിൽ താൻ എപ്പോഴും സന്തോഷിക്കുന്നുണ്ടെന്നും ദൈവത്തോട് നന്ദി പറയുന്നുവെന്നും രഞ്ജിൻ രാജ് കുറിക്കുന്നു. ഇത്തവണ തന്റെ പൂമുത്തോളെ എന്ന ഗാനം തിരഞ്ഞെടുത്തതിന് കിലി പോളിനോട് നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു. പുറത്തിറങ്ങിയ 5 വർഷത്തിന് ശേഷവും ഈ ഗാനം പുതുമയോടെ നിലകൊള്ളുകയും ലോകമെമ്പാടും സഞ്ചരിക്കുകയും ചെയ്യുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും രഞ്ജിൻ രാജ് കുറിച്ചു. ഇതാദ്യമായല്ല കിലി പോൾ മലയാളം പാട്ട് പാടിയെത്തുന്നത്. RDXലെ നീലനിലവേ എന്ന ഗാനവും കിലി പോൾ നേരത്തെ ആലപിച്ചിട്ടുണ്ട്. കിലിയുടെ സഹോദരി നെയ്മ പോളും താളം പിടിച്ച് കിലിയുടെ അരികിൽ തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. 19 സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ദശലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് കണ്ടത്. മനു മഞ്ജിത്ത് എഴുതിയ ഗാനത്തിന് സാം CS ആയിരുന്നു സംഗീതം പകർന്നത്. കപിൽ കപിലനാണ് നീലനിലവേ എന്ന ഗാനം ആലപിച്ചത്. സിനിമ പോലെ തന്നെ ഗാനവും ഏറെ ഹിറ്റായിരുന്നു. തന്റെ ഗാനം കിലിയും സഹോദരിയും ആലപിച്ചതിന്റെ സന്തോഷത്തിൽ ഗാനരചയിതാവ് മനു മഞ്ജിത്ത് പ്രതികരണവുമായി അന്ന് എത്തിയിരുന്നു. നമ്മൾ എഴുതിയ ഒരു പാട്ട് ഇങ്ങനെ അതിർത്തികൾ മായ്ച്ചൊഴുകുന്നത് കാണുന്നത് സന്തോഷമുണ്ടെന്ന് മനു ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കിലി പോളിനെ അഭിനന്ദിച്ചിരുന്നു. ഹിന്ദി ഗാനങ്ങളാണ് പൊതുവെ കിലി പോൾ ആലപിക്കാറും നൃത്തം ചെയ്യാറുമുള്ളത്. നിമയുടെയും കിലിയുടെയും വീഡിയോകൾ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ലോകം മുഴുവനും കാണാറുള്ളത്. അതിശയിപ്പിക്കും വിധമുള്ള ഭാവപ്രകടനങ്ങളും ഊർജം നിറയ്ക്കുന്ന ചലനങ്ങളും ആരാധകർ കണ്ണെടുക്കാതെ കണ്ടിരിക്കാറുമുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ ഇന്ത്യൻ സിനിമകളുടെ കടുത്ത ആരാധകരായിരുന്നു കിലി പോളും നെയ്മ പോളും. പാട്ടും ഡാൻസുമായി ഇരുവരും എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ടാൻസാനിയയിലെ ഉൾഗ്രാമത്തിലാണ് കിലിയും സഹോദരിയും താമസിക്കുന്നത്. പശു വളർത്തലും കൃഷിയുമാണ് കിലിയുടെയും കുടുംബത്തിന്റെയും വരുമാന മാർഗം. ഇതിനിടെയാണ് ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ ചെയ്തു തുടങ്ങിയത്. കുട്ടിക്കാലം മുതൽ തന്നെ ഇന്ത്യൻ സിനിമകളുടെ ആരാധകനായ കിലി പോൾ ആദ്യമായി ഷേർഷായിലെ ഗാനത്തിലായിരുന്നു വീഡിയോ ചെയ്തത്. പരമ്പരാഗത ടാൻസാനിയൻ വേഷമണിഞ്ഞുള്ള കിലിയുടെയും നീമയുടെയും വീഡിയോകൾ ഇന്ത്യയിൽ വൈറലായതോടെ പിന്നീട് നിരവധി വീഡിയോകൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. 6 മില്യൺ അടുത്ത് ഫോളോവേഴ്സ് കിലിക്കും നീമയ്ക്കും സോഷ്യൽ മീഡിയയിലുണ്ട്. നേരത്തെ കിലിക്കെതിരെയുണ്ടായ ആക്രമണവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. 5 അംഗ ജ്ഞാത സംഘം കിലിയെ ആക്രമിക്കുകയായിരുന്നു അന്നുണ്ടായത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.